2024 ഓഗസ്റ്റിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റത് ആര്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ കരസേന ചൂരൽ മലയിൽ നിന്ന് മുണ്ടക്കൈയിലെത്താൻ നിർമ്മിച്ച താൽക്കാലിക പാലം ഏത്? ബെയ്ലി പാലം. 2024 ജൂലൈയിൽ കൊല്ലപ്പെട്ട പലസ്തീൻ പോരാട്ട ഗ്രൂപ്പായ ഹമാസിൻ്റെ തലവൻ ഇസ്മയിൽ ഹനിയെ. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? മനു ഭാക്കർ. 2024 കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ്? കൊച്ചി. 2024 പാരീസ് ഒളിമ്പിക്സിൽ വച്ച് വിരമിച്ച ഇന്ത്യൻ ടെന്നീസ് താരം ആരാണ്? രോഹൻ ബൊപ്പണ്ണ. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം നിലവിൽ വന്നത് എവിടെ? ചെന്നൈ. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവായ PV ഷാജികുമാറിൻ്റെ ആദ്യ നോവൽ ഏത്? മരണവംശം. 2024 ജൂലൈയിൽ ഇന്ത്യയുമായി സാംസ്കാരിക സ്വത്താവകാശ ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യം ഏത്? USA. മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യ സൂ കം സഫാരി പാർക്ക് ആരംഭിക്കുന്നത് എവിടെ? കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായി അരങ്ങേറിയ രണ്ടാമത്തെ മലയാളി വനിത ആരാണ്? സജന സജീവൻ. ഇന്ത്യയിലെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല ഏത്? വയനാട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന ബഹുമതി സ്വന്തമാക്കിയത് ആര്? നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 7 കേന്ദ്ര ബജറ്റുകളാണ് അവതരിപ്പിച്ചത്. 70ാമത് നെഹ്റു ട്രോഫി വള്ളം കളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാന് നൽകിയ പേരെന്ത്? നീലു. ഇന്ത്യയിലെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏകീകൃത പോർട്ടലിൻ്റെ പേരെന്ത്? മാതൃഭൂമി. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? അർജന്റീന ഫൈനലിൽ കൊളംബിയയെ പരാജയപ്പെടുത്തി. 99 വെള്ളപ്പൊക്കമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാപ്രളയത്തിൻ്റെ എത്രാം വാർഷികമാണ് 2024 ജൂലൈയിൽ ആചരിച്ചത്? 100ാം വാർഷികം. 1924 വെള്ളപ്പൊക്കമുണ്ടായത്. 2024 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയതാര്? സ്പെയിൻ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. ലോകത്തെ ആദ്യ കണ്ണാടി നോവലായ അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? ആറ്റൂർ സന്തോഷ് കുമാർ. കണ്ണാടിയുടെ പ്രതിബിംബത്തിൻ്റെ സഹായത്തോടെ മാത്രമേ ഈ നോവൽ വായിക്കുവാൻ കഴിയുകയുള്ളൂ.
2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയായ നദി ഏത്? സെയിൻ നദി. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ മലയാള കവിയും ഗാനരചയിതാവുമായ വ്യക്തി ആരാണ്? റഫീഖ് അഹമ്മദ്. അടുത്തിടെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ പൂവ് ഏത്? അരളിപ്പൂവ്. പൂവിലും ഇലയിലും വിഷാംശം ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നിയന്ത്രണം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏത്? കേരളം. 2024 ഭൗമദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് എവിടെ? ന്യൂഡൽഹി. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വിഖ്യാത ഒഡിയ എഴുത്തുകാരി ആരാണ്? പ്രതിഭ റായ്. ഖാദർ കമ്മിറ്റി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം. കേരളത്തിൻ്റെ പുതിയ ലോകായുക്തയായി നിയമിതനായത് ആര്? ജസ്റ്റിസ് N. അനിൽകുമാർ. 2024 മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് നൽകുന്ന ദേശീയ ഗുണനിലവാര അംഗീകാരമായ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആശുപത്രി ഏത്? വയനാട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാനത്തെ ആദ്യ ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് IMCH ആണ്. കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. ആദ്യത്തെ മെട്രോ റെയിൽ നിലവിൽ വന്നത് കൊച്ചി. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ പ്രമേയം എന്താണ്? വികസിത ഭാരതം. 2024 വിംബിൾഡൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ആര്? കാർലോസ് അൽക്കാരസ്. MT വാസുദേവൻ നായരുടെ 9 കഥകളെ ആസ്പദമാക്കി ഒരുക്കുന്ന ആന്തോളജി ചലച്ചിത്രം ഏതാണ്? മനോരഥങ്ങൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യത്തെ ചരക്കു കപ്പൽ ഏത്? സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമെത്തിയ കപ്പൽ ഷെൻഹുവ 15. കേരള ഹിന്ദി പ്രചാര സഭയുടെ സാഹിത്യ കലാനിധി പുരസ്കാരം 2024 ലഭിച്ചത് ആർക്ക്? MT വാസുദേവൻ നായർ. രാജ്യത്ത് ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളം ഏത്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കമൻറ്റ് ചെയ്യൂ. വിദ്യാർത്ഥി ബഹുജന പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച് ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ആര്?